ഹലോ എല്ലാവർക്കും ട്രാവൽ ഓട്ടോബയോഗ്രഫിയുടെ പുതിയൊരു ഓഫ് റോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ഓഫ് റോഡ് സെക്ഷനാണ്. ബാക്കിൽ കാണുന്ന ആ മലയാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. അത് വെച്ച് അത്യാവശ്യം ഹെവിയാണ്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. നല്ല കോടിറങ്ങിയേക്കാണ്. ബാക്കിൽ കാണാം നല്ല മഞ്ഞാണ്. നല്ല ക്ലൈമറ്റുള്ള ടൈമിലാണ് കയറാൻ പോകുന്നത്. അപ്പോൾ കയറാൻ ബുദ്ധിമുട്ടില്ല, പക്ഷേ ഇറങ്ങാനാണ് പാട്. മഴ പെയ്ത് കിടക്കുകയാണ്. ചിലപ്പോൾ തെന്നാനൊക്കെ സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അനീഫ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബസ് നിറയെ ആളുകൾ വന്നിട്ടുണ്ട്. അവരെല്ലാവരും മല കയറാൻ വേണ്ടി വന്നേക്കുന്നതാണെന്ന് തോന്നുന്നു. ഇനി ഫുഡ് കഴിക്കാൻ വന്നാണെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. ഇല്ല, കുഴപ്പമില്ല, പോന്നു. എടുത്തു മാറിക്ക് ഫ്രണ്ട് ഇത് മാറിക്ക്. നല്ല കോടിറങ്ങി തുടങ്ങിയേക്കാണ്. വായോ. അങ്ങനെയല്ല, നേരക്ക് പിടിച്ചോ. അങ്ങനെ എന്നാ ചിരിക്കേണ്ടി വരും. മുകളിൽ കയറിപ്പിക്കോ. ഒരു മണി ചവിട്ട് ഇങ്ങോട്ടിക്ക്. അങ്ങനെയും കയറും, അല്ലെങ്കിൽ ഈ ചാലി കൂടെ തന്നെ കയറാം. നീ കാലെടുത്തേ. ആ റൈറ്റ്, നേരക്കാക്കുക. ഇങ്ങോട്ടി. ആ പോട്ടെ. ഈ വഴി തന്നെ കയറാം, എന്നാലും എവിടെയേ ഉള്ളൂ. നേരക്ക് ഇങ്ങോട്ട് വെക്ക്, കുറച്ച് ബാക്ക് ഇറങ്ങ്. പോട്ടെ. ആ ടയർ ഇങ്ങോട്ട് ആക്കിയേ. ആ പറ്റില്ല, ബാക്കോട്ട്. പിടിക്കാനുള്ള കല്ലിട്ട് കൊടുക്കാനാ? നിനക്കൊന്ന് ട്രൈ ചെയ്തോട്ടെ. ആ ഏതാ ആ കല്ല? കുഞ്ഞിക്കല്ലല്ലേ? എവിടെ അതാ കയറാത്ത? എവിടെ അതവിടെ നിന്ന് കയറല്ല. കണ്ടാ
ആ ലെവലിലേക്ക് അവിടെ ഒരു കല്ലുണ്ട് പാറയുണ്ട്. അപ്പോൾ ഇനി കറക്റ്റാ. റൈറ്റിലേക്ക് ഓടിച്ചേ. ഇങ്ങോട്ട് ഓടിച്ചേ. ഇങ്ങോട്ടേക്ക് ഓടിച്ചേ. ടയറും കടിച്ചിരിക്കും. ഇനി കാലെടുത്ത് നിക്ക്. പോട്ടെ. നിക്ക് നേരെയാക്ക്. ഒന്ന് ബാക്ക് അടിക്കുക. പതുക്കെ കുറച്ച് ബാക്ക് അടിക്കുക. കുറച്ച് ബാക്ക് മതി. ഇനി അങ്ങോട്ട് ഓടിക്കുക. റൈറ്റ് ഓടിക്കുക. അല്ല ലെഫ്റ്റ് ഓടിക്കുക. അങ്ങോട്ട്. ഇനി പോട്ടെ. ഇനി എടുക്ക്. പോട്ടെ. പോരാ. ബാക്ക് ഇറക്ക്. അവിടെ കയറണ്ട. അവിടെ ബാക്ക് ഇറക്ക്. ഇനി അങ്ങോട്ട് അടിക്കേ. അങ്ങനെ ഓടിക്കുമ്പോൾ അവിടെ കയറൂടാ. കണ്ട ആ കുന്നുണ്ടാ. അതുമ്മ കയറരുത്. അങ്ങോട്ട് ഓടിക്കണം. അതാണ് ബാക്ക് ഇറക്ക്. പൊടിക്ക് ബാക്ക് ഇറക്ക്. സൈഡ് ഇങ്ങോട്ട് ഒടിഞ്ഞ് വട്ടം നിൽക്കണ. അതിനെന്ത് സൊല്യൂഷൻ കാണും? അവിടെ താന്നാ വണ്ടി. അങ്ങോട്ട് മാറാൻ ആഗ്രഹമുണ്ട്. വണ്ടി തെന്നി വരെ അങ്ങോട്ട് പോയി. എന്താണ് മാസ്റ്റർ പ്ലാൻ? എന്ന് ചെയ്യും? അവിടെ കുഴി. അവിടെ ഹനീഫേ, നേരെ ഈ ലെവലിൽ തന്നെ ബാക്ക് എടുക്കുക. എന്നിട്ട് ആ ലെവലിൽ തന്നെ കയറാൻ പറ്റുമോ നോക്കാമോ? പക്ഷെ ഇവിടെ താഴൂല്ലേ. കല്ലിട്ടുണ്ട്. നീ ഒന്ന് ട്രൈ ചെയ്തേ. എന്നിട്ട് നീ ലെഫ്റ്റ് കയറിട്ട് റൈറ്റിലേക്ക് കയറിട്ടാ. ഇറങ്ങാൻ അപ്പുറത്ത് കൂടി ഇറങ്ങാം. അതിൽ കൂടെ ഇതിനേക്കാൾ സുഖം അതാ. നേരെയാക്കണോ? ടയർ നേരെയാക്കി. അവിടെ കണ്ട ആ പൊങ്ങിക്കള്ളേ. ഒന്ന് പതുക്കെ അങ്ങനെ ഓടിക്കാം. ബാക്ക് ഇറക്കി. അങ്ങോട്ട് തിരിച്ചേ ടയർ. ഇനി പോയേ. അത് താന്നോളൂല്ലോ. കയറിക്കാനാ. അവിടെ കുഴപ്പമില്ല. ഇവിടെ അല്ലെങ്കിൽ അങ്ങടേക്ക് ഇറക്കണം. ടയർ ഇത് തിരിച്ചങ്ങോട്ട്. തിരിക്കി. എന്നിട്ട് ബാക്ക് ഇറക്കി. മതി. ഇനി അങ്ങനെ ആക്കി ടയർ. ഇനി കാലെടുത്തേ.
ബാക്ക് ഇറങ്ങും. ആ ആ ആ ആ ഇത് ഒടുക്കി. ആ ഒടുക്കി ഒടുക്കി ഒന്നുകൂടി പോട്ടെ, ഇറക്കിക്കോ. നാല് ടയർ നിലത്ത് കൂട്ടിയുണ്ട്, പേടിക്കുകയില്ല. ആ ഇവിടെ കല്ലും വെക്കണേ. ഇവിടെ വന്ന് നീ എല്ലാ ലൈറ്റും ഓഫ് ചെയ്താൽ ആദ്യം. റിസ്ക്കാണ് റിസ്ക്കാണ്. ഇവിടെ പൊങ്ങണം. അത് വേണ്ട അത് വേണ്ട, അത് പണിയാവും. നിൽക്കണം, ബാക്കും ഇല്ല ഫ്രണ്ടും ഇല്ലാണ്ട് നിൽക്കണം. ഒന്ന് ബാക്ക് ഇറക്ക്. ആ മതി മതി. നിങ്ങളോട് ചെയ്യുന്നു. ഇങ്ങോട്ട് എങ്ങോട്ട് ഓടിക്കണ്ടേടാ? ആ ആ അങ്ങനെയൊക്കെ ഓടിച്ചേ. ആ ആ ഈ ടയർ കുത്തുണ്ട്. പതുക്കെ വെച്ച് കാല് വെച്ചേ. എടാ അവിടെ ആ കല്ലുമേക്ക് കയറുള്ളാണ്. ആ ബാക്കി കാണുന്ന കല്ലില്ലേ, അതിലേക്കൊന്ന് കയറി കിട്ടിയാൽ മതി, വണ്ടി കയറി പോരും. ഇവിടെ മുട്ടിയില്ല ടയർ മുട്ടിയില്ല. ആ മതി മതി മതി. ആ പോട്ടെ പോട്ടെ, എടുത്തു നോക്കി. ആ ആ പോട്ടെ 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 പോട്ടെ. നിങ്ങൾ ഇറങ്ങിക്കോ വക്കെ. ഇവിടെ കയറി പോട്ടെ. ചവിട്ടണ്ട വിട്ട് കയറി പോയിക്കോ. ചവിട്ടി ബാക്കിൽ റൈറ്റിലേക്ക് ഇറക്കാം, അങ്ങോട്ട് ഇറക്കാൻ പറ. അങ്ങടേക്ക് കുറച്ച് ഓടിച്ച്. ആ അങ്ങട് കറങ്ങാണ്. ആ ഇറങ്ങി പോയിട്ട് കയറി വേണ്ടി വരും. കുറച്ച് ഇറങ്ങിക്കോ, ബാക്ക് പോവാ. പോട്ടെ പോട്ടെ. കുറച്ചുകൂടി ഇറങ്ങടാ. നേരെയാക്കി ടയർ. ആ ആ ഇനി കൊടുത്ത് ആ കാല് കൊടുത്ത്. ആ പോട്ടെ പോട്ടെ.
ആ അതിന് അങ്ങനെ ഓടിക്കും, മൊത്തം അടിക്കും. ആ അവിടെ ഇതാണ് വെള്ളമില്ല കേട്ടെ. ആ പോട്ടെ. ആ പോട്ടെ കാലെടുത്തു. കൊടുത്ത കയറുണ്ട്. ഒടിച്ചു നോക്കി, ടയർ ഒടിച്ചു നോക്കിയേ. ആ വഴി തന്നെ കയറ്, അങ്ങനെ തന്നെ. പോട്ടെ. ആ പോട്ടെ. അവിടെ കുഴിയൊന്നുമില്ലല്ലോ. ഇല്ലില്ല. അവിടെ കുഴിയായിക്കൊണ്ടിരിക്കുക. തന്നെയാണ്. ബാക്ക് പോ. നേരേക്ക്, ടയർ നേരേക്ക്. ബാക്ക് പോ. എടാ അങ്ങനെ തന്നെ പോയേക്ക്. അങ്ങനെ തന്നെ പോയിട്ട് അങ്ങനെ ഓടിച്ച് കയറാൻ പറ്റും നോക്കി. ബാക്ക് പോ ഇനി. നേരേക്ക്, ടയർ നേരേക്ക്. തന്നെയാണ്. ശരിയാണ്. അങ്ങോട്ട് പോ. ആ ഇങ്ങോട്ട് ഓടിക്ക്. പയ്യെ എടുത്തേ. കല്ലുണ്ട് അവിടെ, പതുക്കെ പൊങ്ങും. കാലെടുക്ക്. തന്നെണ്ട്. ആ അങ്ങോട്ട് ഓടിക്ക്. ആ മാറിക്ക്. സക്സസ്. നാലുമല കയറിയ നമ്മളിവിടെ ദാസ. അടിപൊളി ക്ലൈമറ്റാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ പ്രയത്നങ്ങൾക്ക് ശേഷം ഏറ്റവും ടോപ്പിലേക്ക് എത്തി. ഗൈസ്, നമ്മുടെ വണ്ടിയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തിരക്കാണ് കാണുന്നത്. ഇതെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ഗൈസ്, തിരക്ക് കൂടി വരാണ്. ഫോട്ടോ എടുക്കാനുള്ള തിരക്ക് കൂടി വരാണ് ഗൈസ്.
നമ്മളെ മുകളിലെത്തിയപ്പോൾ താഴേന്ന് കണ്ട ആ ടൂറിസ്റ്റ് ബസ്സിൽ വന്ന മുഴുവൻ ആളുകളും നമ്മളുടെ താറിൻ്റെ ഫോട്ടോ എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന മുഴുവൻ ആളുകളും വന്ന് ഫോട്ടോ എടുക്കായിരുന്നു. നമ്മൾ ആദ്യം വീഡിയോ ഒക്കെ നോക്കിയില്ല, പിന്നെ നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഈ കണ്ട എല്ലാവരും കണ്ടോ, ഒരു തിരക്കിന് ഒരു കുറവില്ല. വന്നിട്ട് ഏകദേശം 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടും ഫോട്ടോക്ക് ഇതുവരെ യാതൊരു കുറവില്ല. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുകയാണ്. ആടെ ആടെ കൊടുത്തിട്ട് ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഓഫ് റോഡിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയേക്കാണ്. ഈ ടോപ്പിലെത്തിയപ്പോഴുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ മൊത്തം ക്രൗഡായിരുന്നു. നമ്മുടെ കോട്ടയം വൈക്കത്തുള്ള ഏതോ ഒരു ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾ കൂടിയിട്ടൊരു ട്രിപ്പ് വന്നായിരുന്നു. അപ്പോൾ അവർ നമ്മളുടെ വണ്ടി കണ്ടപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു, ഇൻസ്റ്റാ ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ വണ്ടിയുടെ ഇരുന്ന് ഒരുപാട് പേര്, അവർ വന്നവർ ഒരു 99% പേരും ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. ഏറ്റവും മുകളിൽ കയറിയിരുന്നു, ബമ്പറിലൊക്കെ കയറി നിന്ന് അവർ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോയി. എന്തായാലും അവർക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് അവർ പറഞ്ഞു. കാരണം ഇങ്ങനത്തെ ഒരു വണ്ടി അവർ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. വണ്ടിയെ പറ്റി ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും ടോപ്പിലാണ്. ഇവിടുത്തെ വ്യൂസ് കാണിച്ചു തരാം. നല്ലൊരു ഓഫ് റോഡാണ്, നല്ല ഹെവി ഓഫ് റോഡാണ്. അത്യാവശ്യം ചെളി മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കയറാൻ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടു. എങ്കിൽ തന്നെ നമുക്ക് കയറിയതിൻ്റെ റിസൾട്ട് നമുക്ക് തന്നെ മുകളിൽ വന്നപ്പോൾ കിട്ടി. നല്ല കോട ഉണ്ടായിരുന്നു. ഇപ്പോൾ കോട ഇറങ്ങിയിരിക്കുകയാണ്, ബാക്ക് സൈഡിലൊക്കെ കോട ഉണ്ട്. എങ്കിൽ തന്നെ നമ്മളുടെ ഈ വ്യൂ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വ്യൂ ഒന്ന് കാണാം. ഞങ്ങൾ ശരിക്കും പാലൊഴുകുംപാറക്ക് നേരെ ഓപ്പോസിറ്റുള്ള വരാട്ടുമേട് എന്ന് പറയുന്ന വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ടേക്കാണ് ഞാൻ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വാഗമണിൽ കയറാൻ പറ്റിയ 2 ഓഫ് റോഡ് ഇപ്പോൾ കയറി. ഇനിയും ഒരുപാട് ഓഫ് റോഡുകളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഓഫ് റോഡുകളിവിടെ ഉണ്ട്. നമുക്കതെല്ലാം കയറാൻ നമുക്കിപ്പോൾ സമയമില്ല. എങ്കിൽ തന്നെ വരാട്ടുമേട് പോകാനുള്ളൊരു പ്ലാനാണ്. പോകാൻ പറ്റുമെങ്കിൽ മഴയും കാലാവസ്ഥയും ക്ലൈമറ്റൊക്കെ നമുക്ക് അനുകൂലമാണെങ്കിൽ വരാട്ടുമേട് കൂടി കയറിയിട്ടാണ് ഞങ്ങളുടെ ട്രിപ്പ് അവസാനിക്കുള്ളൂ. അപ്പോൾ വരാട്ടുമേട് നേരെ ഓപ്പോസിറ്റ് കാണുന്ന പാലൊഴുകുംപാറ വെള്ളച്ചാട്ടം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടേക്കാണ് ആ വാട്ടർഫാൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല അപാര വ്യൂ ആണ്. എന്തായാലും രാവിലെ വന്നിട്ട് ഇത്രയും സമയമായതുകൊണ്ടും നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതിൻ്റെ ആ വ്യൂ ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഔ നൈസ് ക്ലൈമറ്റ്. എന്തോരു എന്തായാലും ഇതിൻ്റെ മുകളിൽ ഓഫ് റോഡ് കേപ്പബിളായിട്ടുള്ള വാഹനങ്ങൾക്ക് കയറാൻ പറ്റും, അല്ലാത്തവർക്ക് നടന്ന് കയറാൻ പറ്റും. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ ട്രാവലറിലൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല അപാര വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ. നേരത്തെ വീഡിയോയിൽ കണ്ട നമ്മൾ പോയി കഴിഞ്ഞിട്ടുള്ള ആ ഓഫ് റോഡ് പോയ വഴിയാണ് ആ കാണുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഇപ്പോൾ അതിനേക്കാളും അത്യാവശ്യം മുകളിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. നമ്മളവിടെ എത്തിയപ്പോൾ കണ്ട ആ മലയുടെ മുകളിലുള്ള വ്യൂ ഒക്കെ ആയിരുന്നു നമ്മൾ ആ വീഡിയോയിൽ നേരത്തെ കണ്ടായിരുന്നു. അതിൻ്റെ മുകളിലത്തെ മലയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയേക്കുന്നത്. താഴെ നിന്ന് നല്ല കോട അങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒച്ചയൊക്കെ നമുക്ക് സൗണ്ടൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കേൾക്കാൻ പറ്റും. എന്തായാലും നല്ല ക്ലൈമറ്റുള്ള ടൈമിലാണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാം. സമയം ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയാവാറായി. വെയിൽ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ മുകളിൽ നിന്ന് ഇതിൻ്റെയൊക്കെ ഭംഗി നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അനീഫേ എങ്ങനെ ഇറക്കും? അവന് വാപോയ ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരുമായിരിക്കും. നല്ല ശുദ്ധമായ കാറ്റ്, നല്ല വായു ശ്വസിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇതൊക്കെ.
നമ്മുടെയൊക്കെ നാടെന്നൊക്കെ പറഞ്ഞാൽ വ്യവസായ മേഖലകളിൽ നിന്നുള്ള ആ പുകയൊക്കെ നമ്മളൊക്കെ ശ്വസിച്ചിട്ട് പലവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് എറണാകുളം ജില്ലക്കാർ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് നമുക്ക് ഈ ശുദ്ധവായുവൊക്കെ ശ്വസിക്കാൻ പറ്റും. അപ്പോൾ സമയം അധികമൊന്നും ആയിട്ടില്ല, 12 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് വരാട്ടുമേട് കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്നാണ് കൂടെയുള്ളവരുടെയൊക്കെ അഭിപ്രായം. അപ്പോൾ നമ്മളുടെ യാത്ര ഇവിടെ അവസാനിപ്പിച്ച് ഈ ഓഫ് റോഡ് കഴിഞ്ഞ് അടുത്ത ഓഫ് റോഡ് വരാട്ടുമേടിലേക്കുള്ള ഓഫ് റോഡ്. ശരിക്കും അവിടെ ബൈക്കാണ് നമുക്ക് ഓഫ് റോഡൊക്കെ യൂസ് ചെയ്യുന്ന ബൈക്കുകളാണ് അവിടെ അധികമായിട്ട് കയറുന്നത്. താറ് പോലുള്ള 4x4 വാഹനങ്ങൾ കയറി യാതൊരു വീഡിയോ നമുക്ക് സോഷ്യൽ മീഡിയകളിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ തന്നെയും നമ്മളാണോ ഇനി ആദ്യമായിട്ട് കയറണമെന്ന് അറിയാനും പാടില്ല. എങ്കിൽ തന്നെ നമുക്കൊന്ന് കയറി നോക്കാം, പറ്റുന്നത് എവിടെ മേടാണോ അവിടെ വരെ ഒന്ന് കയറി നോക്കാം, വരാട്ടുമേട് നമുക്കൊന്ന് ആസ്വദിക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരാട്ടുമേടിൻ്റെ വീഡിയോയുമായിട്ട് ഉടൻ ഞങ്ങൾ വരുന്നതാണ്. ഓക്കെ, താങ്ക്